ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ പഞ്ചാബിലാണ്. ആദ്യം നമ്മൾ പോയത് ജാലിയൻ വാലാബാഗാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗിൽ നമ്മൾ പഞ്ചാബിൽ ഉച്ചയ്ക്ക് എത്തി ജാലിയൻ വാലാബാഗ് കണ്ടു. അത് കഴിഞ്ഞ് നമ്മളിനി പോകാൻ പോകുന്നത് നമ്മളുടെ അട്ടാരി ബോർഡർ എന്നും പറയും. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അട്ടാരി ബോർഡർ എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ സൈഡിൽ അട്ടാരി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അട്ടാരി ബോർഡർ എന്ന് പറയും. വാഗ ഉള്ളത് പാകിസ്ഥാനിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാഗ ബോർഡറും എന്ന് പറയുന്നത്. അപ്പോൾ അട്ടാരി ബോർഡർ എന്നാണ്, വാഗ ബോർഡർ എന്നാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിരിക്കുന്നത്. പക്ഷേ ശരിക്കും നമ്മളുടെ ഇന്ത്യക്കാർ പറയേണ്ടത് അട്ടാരി ബോർഡർ എന്നാണ്. കാരണം നമ്മൾ അട്ടാരി ബോർഡറിലാണ് നമ്മളുടെ പരേഡൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി, കാണാൻ നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ പഞ്ചാബിൽ വരുമ്പോൾ എന്തായാലും മിസ് ചെയ്യാതെ ആ സെറിമണി കാണേണ്ടത് തന്നെയാണ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ 10 മണി തുടങ്ങി 4 മണി വരെ നമുക്ക് അവിടെ കയറി കാണുകയും ഒക്കെ ചെയ്യാം. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറിമണി തുടങ്ങുന്നത് 4:15-നാണ്. 4:15 തുടങ്ങി 5:15 വരെയാണ് ഈ വിൻ്റർ സീസണിൽ 4:15 തുടങ്ങി 5:15 വരെയും. അതുകൂടാതെ സമ്മർ സീസണിലാവുമ്പോൾ ഒരു 45 മിനിറ്റ് പിന്നെയും വൈകും. അതുപോലെ തന്നെ ഇത് നമുക്ക് ടിക്കറ്റ് ഒരു 3 മണിയാകുമ്പോൾ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ടിക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്. 3 മണി തുടങ്ങി വന്നാൽ മതിയാവും. ഭയങ്കര ചൂടായിരുന്നു അവിടെ. പക്ഷേ നമ്മൾ ആ രാജ്യത്തിൻ്റെ ആ ഒരു ഭയങ്കര ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് നമ്മളവിടെ നിൽക്കുമ്പോൾ. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മളുടെ ആദ്യം തന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ പോയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് തന്നെ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടാക്സിക്കാണ് ഒരു പഞ്ചാബി അങ്കിളായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നല്ലോണം പഞ്ചാബിൻ്റെ പല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ധാബയിലൊക്കെ പോയി നല്ല അടിപൊളി ഫുഡ്, പഞ്ചാബിൻ്റെയൊക്കെ നല്ല അടിപൊളി ഒരു ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത് 3:15 കഴിഞ്ഞു ഞങ്ങളവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഞങ്ങളവിടെ ചെന്നതിന് ശേഷം ക്യൂവിൽ നിന്നു. നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 3:30 ആയപ്പോഴേക്കും നമ്മൾ കയറിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളവിടെ കയറി ഒരു 4:30 ആയി നമ്മളുടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. 4:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു. പക്ഷേ നമ്മുടെ പരേഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചൂടൊന്നും നമ്മൾ അറിയുകയും കൂടിയില്ല. പക്ഷേ നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഭയങ്കരമായിട്ട് വേർത്ത് നല്ല പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എടുക്കാം, അത്രയും വേർപ്പായി. അത്രയും കൊച്ചുങ്ങളൊക്കെ വേർത്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഭയങ്കര ഒരു നമ്മളുടെ രാജ്യത്തിനെ സ്നേഹിക്കുന്ന നമുക്ക് അതൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നമ്മൾക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു പ്രത്യേക ഫീലിംഗ് ആണ്, പ്രത്യേക ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ BSFൻ്റെ ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അടുത്തോട്ട് നമുക്ക് പരേഡ് കാണാവുന്ന രീതിയിൽ കുറച്ചും കൂടി നേരത്തെ നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ രാവിലെ വന്നും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് പറയണേക്കുന്നു. പക്ഷെ നമ്മൾ ചെന്നത് സമയം വളരെ കുറവായിരുന്നു. പഞ്ചാബിൽ നമ്മൾ ഒരു ദിവസവും സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര അടുത്തിരിക്കാൻ പറ്റിയില്ല. നമ്മൾ ഫസ്റ്റ് മുകളിലായിരുന്നു ഇരുന്നേച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് താഴത്തോട്ട് ഇറങ്ങിയിരുന്നു. ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ആൾക്കാരും എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ്റെ ആ വശവും, അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വളരെ കുറവാണ്. ഇവിടുത്തെ അപേക്ഷിച്ചു അവിടെ ആ ഏരിയ, ആ ബോർഡറിൻ്റെ അവിടെ പരേഡ് കാണാനൊക്കെ ആൾക്കാർ വളരെ കുറവായിരുന്നു. പക്ഷേ ഇതിന് ടിക്കറ്റോ അങ്ങനെ ക്യാഷ് കൊടുത്ത് ടിക്കറ്റോ അങ്ങനെ ഒന്നും എടുക്കേണ്ട. നമ്മളവിടെ കയറുക, നമ്മളുടെ ചെക്കിംഗ് ഒക്കെ ചെയ്യും. നമ്മളുടെ കയ്യിലൊന്നും പാടില്ല, ബാഗുകളൊന്നും പാടില്ല. കൊച്ചുങ്ങൾക്ക് ബാഗാണ്, വെള്ളമാണ്, അങ്ങനെ ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ വരുമ്പോൾ എപ്പോഴും കൈ വീശി വരിക, അതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ ഒരു കൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു, തൊപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു. തൊപ്പിയൊക്കെ മേടിക്കുകയാണെങ്കിൽ മാക്സിമം നല്ലതാണ് കേട്ടോ. കാരണം അത്ര വെയിലത്തിരുന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നവർ സമ്മതിക്കണം കേട്ടോ. BSFൻ്റെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഇരുന്ന് നമ്മൾ ടയേർഡായിപ്പോയി കണ്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളവിടെ ഇരിക്കുമ്പോഴുള്ള ആ എക്സ്പീരിയൻസ് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു. തുടക്കം മുതൽ ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ. നമ്മളവിടെ ചെന്ന് 3:15 4 മണിയൊക്കെ ആയപ്പോൾ കയറി അങ്ങനെ സെറ്റായിരുന്നെങ്കിലും ആദ്യം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ തോന്നിയെങ്കിലും ഈ പരേഡിൻ്റെയും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നല്ല വൈബാണ് കേട്ടോ. നല്ല വൈബെന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര
രാജ്യത്തിൻ്റെ നമ്മൾ എല്ലാവരും നമുക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ദേ കണ്ടോ, കുറച്ചൊന്ന് നമുക്ക് സിവിലിയൻസിന് അവിടെ വന്ന് ഡാൻസ് കളിക്കാനൊക്കെ ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു. പല രാജ്യക്കാരും ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ നമ്മുടെ രാജ്യത്ത് തന്നെ പല സംസ്ഥാനത്തിൽ നിന്ന് വന്ന ആൾക്കാർ പല ഡാൻസൊക്കെ കളിക്കുന്ന ആ വീഡിയോസൊക്കെ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പഞ്ചാബിൽ വരണമെങ്കിൽ എന്തായാലും പോകേണ്ട ഒരു സ്ഥലമാണ് അട്ടാരി ബോർഡർ. കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് കെയർ ചെയ്യണം. പിന്നെ ബാഗൊന്നും എടുക്കരുത്. അതുകൂടാതെ ക്യാപ്പ്, പിന്നെ നമ്മളുടെ ഫ്ലാഗൊക്കെ നമുക്ക് മേടിക്കാം. ബാഗൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെയും തിരിച്ച് റിട്ടേൺ പോയി നമ്മൾ അത് കൊണ്ടുപോയി വെക്കണം. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം ഞാനൊക്കെ അവിടെ ഭയങ്കര ഡാൻസിലാണ്, ഭയങ്കര ഡാൻസൊക്കെ കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറ്റിയതിന് ശേഷമാണ് പരേഡ് തുടങ്ങുന്നത്. പരേഡ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട, നമുക്ക് അരികത്തിരുന്ന് കാണാനൊന്നും പറ്റിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും വിചാരിച്ചേക്കണത് കുറച്ച് നേരത്തെ വന്ന് നമ്മളിത് ബുക്ക് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അമൃതസറിൽ നിന്ന് ഒരു ഹാഫ് അവർ റൈഡ് ഉണ്ട് നമ്മുടെ വാഗാ ബോർഡറിലേക്ക്. അപ്പോൾ നമ്മൾക്ക് രാവിലെ തന്നെ വന്ന് ബുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ രാവിലെ തന്നെ ആ ദിവസത്തെ നമുക്ക് രാവിലത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടുത്ത് ഇരിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞിടത്തോളം BSFൻ്റെ വല്ലവരും നമുക്ക് റിലേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അടുത്ത് നിന്ന് നമ്മളുടെ പരേഡൊക്കെ കാണാൻ നല്ലൊരു അവസരമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അങ്ങനെ ആരെങ്കിലും നമുക്ക് ചോദിച്ച് അവരുടെ റിലേഷനിൽ വരണം തന്നെയാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. കാരണം കുറച്ചും കൂടി അടുത്ത് നിന്നിട്ട് നല്ല രീതിയിലൊന്ന് പരേഡ് കാണാൻ നമുക്കങ്ങനെ പറ്റിയില്ല. ഭയങ്കര അകലെയാണെങ്കിലും ആ ഒരു സ്ഥലത്തിരിക്കാനൊരു അവസരം കിട്ടി. പിന്നെ അതുകൂടാതെ അവിടെ നിന്ന് നമുക്ക് 2 രാജ്യങ്ങളുടെ പരേഡുകൾ കാണാൻ പറ്റി. അങ്ങനെ ആ ഒരു രാജ്യത്തിൻ്റെ ആ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും അത് അനുഭവിച്ചറിയേണ്ട ഒരു ഫീല് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെ പറ്റുമെങ്കിൽ എല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അട്ടാരി ബോർഡർ. വാഗ ബോർഡർ എന്നല്ല പറയുന്നത്, അട്ടാരി ബോർഡർ എന്ന് തന്നെ പറയണം. കാരണം വാഗ പാകിസ്ഥാനിലുള്ള ഒരു സ്ഥലമാണ്. जेसीपी से सटा एक पाकिस्तानी गांव है। स्वतंत्रता के पश्चात इस चेकपोस्ट पर राष्ट्रीय ध्वज को सर्वप्रथम 11 अक्टूबर 1947 को फहराया गया। 50 के दशक के मध्य में इसकी सुरक्षा एवं निगरानी की जिम्मेदारी पंजाब पुलिस को सौंपी गई। वर्तमान स्वरूप में होने वाली रिट्रीट सेरेमनी
दर्शक गण पर ध्यान दें, आप सभी उपस्थित गणमान्य व्यक्तियों का बीएसएफ की तरफ से रेडेड सामने पेट पर एक बार पुनः स्वागत है। शानदार पेट पर दो महिला प्रेरियों का भी विशेष योगदान है। महिला प्रेरी काजल कुमारी व पूजा कुमारी। आप सभी दर्शकों से निवेदन है कृपया अपने स्थान पर बैठ के ही आज की शानदार परेड का आनंद उठाएं। दर्शक
दर्शकों को ध्यान दें, आप सभी दर्शकों से निवेदन है, कृपया राष्ट्रीय ध्वज उतारते समय ध्वज के सम्मान। हिंदुस्तान जिंदाबाद, जिंदाबाद। ഊരണ്ടല്ലേ ഇവിടെ കണ്ടുകഴിഞ്ഞാൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്